പരിചയപ്പെടുത്താം. ഗുഡ് മോർണിംഗ് ഓൾ ഓഫ് യു. എന്റെ പേര് രാജേഷ് എന്നാണ്. സ്ഥലം തലശ്ശേരിക്കടുത്ത് കടവത്തൂർ എന്ന് പറഞ്ഞ ഒരു ചെറിയൊരു ഗ്രാമത്തിലാണ്. അപ്പോ ഞാൻ ഈ ബിസിനസ്സിൽ വന്നത് വെച്ചാൽ ശൈലേഷ് എന്ന് പറഞ്ഞൊരു ആള്, അതായത് എന്റെ മരുമകനാണ് അദ്ദേഹം. അപ്പൊ അദ്ദേഹമാണ് എനിക്ക് ഈ ഒരു ബിസിനസ് പരിചയപ്പെടുത്തുന്നത്. ഹലോ, കേൾക്കുന്നുണ്ടോ? ഓക്കെ ഓക്കെ. അപ്പൊ അദ്ദേഹമാണ് എനിക്ക് ഈ ഒരു ബിസിനസ് പരിചയപ്പെടുത്തുന്നത്. ഈ ബിസിനസ് എന്നോട് അദ്ദേഹം ഒരു വർഷം മുന്നേ പറഞ്ഞതാണ്. അപ്പോ അന്നൊക്കെ ഞാൻ ഇതിനെ റിജക്ട് ചെയ്ത് വിട്ടാണ്. റിജക്ട് ചെയ്ത് വിട്ടതെന്ന് വെച്ചാല് നമുക്ക്, ഞാൻ ഈ ഒരു നെറ്റ്വർക്ക് ഫീൽഡിൽ ആദ്യം ഒരു 10-12 വർഷം ചെയ്ത ആളാണ്. അപ്പൊ അതിൽ നിന്ന് വന്ന ഒരു കുറെ മിസ്റ്റേക്കുകൾ കൊണ്ടാണ് എന്റെ മനസ്സിൽ പുതിയ, അതായത് നെറ്റ്വർക്കിന് എല്ലാത്തിനെയും ഞാൻ റിജക്ട് ചെയ്തുകൊണ്ടേയിരുന്നു. ഈ ഒരു 10-12 വർഷം കൊണ്ട് എന്റെ അടുത്ത് ഏകദേശം ഒരു 10-30ഓളം പേര് ഈ ഇങ്ങനത്തെ ബിസിനസ്സുമായിട്ട് വന്നിട്ടുണ്ട്. നെറ്റ്വർക്ക് മാർക്കറ്റിംഗുമായിട്ട് ബന്ധപ്പെട്ട് വന്നിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെയാണ് ഞാൻ അതിൽ നിന്നൊക്കെ റിജക്ട് ചെയ്തത്. പിന്നീട് മനസ്സിലാക്കി, ഞാനിങ്ങനെ എല്ലാ കാര്യങ്ങളും പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. നെറ്റ്വർക്കിനെ കുറിച്ച് എപ്പോഴും പഠിച്ചുകൊണ്ടേയിരിക്കുന്ന ഒരാളാണ് ഞാൻ. എന്താണ് അവരുടെ പ്രൊഡക്ട്സ് എന്നുള്ളത് ഞാൻ പഠിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അപ്പൊ ഞാൻ പറഞ്ഞു നിർത്തിയത്, പ്രൊഡക്ട്സ് ആണ്. ഏതൊരു നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് പ്രൊഡക്ട്സ് ആണ് മെയിൻ. എന്നുവെച്ചാൽ പല ആൾക്കാരും പല രീതിയിലുള്ള ഒരു നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പ്രൊഡക്ട്സ് വെച്ചിട്ട് അതിനെ ബേസ് ചെയ്തിട്ടാണ് നെറ്റ്വർക്ക് തുടങ്ങുന്നത്. അപ്പൊ പലരിലും കണ്ടുന്ന പ്രോഡക്ട്സ് ഇത്ര ജെന്യൂൻ പ്രോഡക്ട്സ് ആയിരുന്നില്ല. എന്നുവെച്ചാൽ അത് നമുക്കത്ര നിർബന്ധമില്ലാത്ത പ്രോഡക്ട്സ് ആയിരുന്നു ഇതൊക്കെ. അപ്പൊ അതുകൊണ്ടാണ് അതിൽ നിന്നൊക്കെ ഞാൻ റിജക്ട് ചെയ്തത്. ഇപ്പോ ഈ ഒരു മാഗ്നറ്റിക് തെറാപ്പിയുടെ ഈ ഒരു കാര്യം ശൈലേഷ് എന്നോട് പറഞ്ഞ സമയത്ത് ഞാൻ ഇതിനായിരുന്നു പറഞ്ഞത്. അപ്പൊ പിന്നീട് എനിക്ക് മനസ്സിലായി, നമുക്ക് ജീവിതത്തിൽ മാഗ്നറ്റിക് തെറാപ്പിക്ക് വലിയൊരു പ്രാധാന്യം ഉണ്ട്. കാരണം വെച്ചാൽ നമുക്ക് നമ്മളെ വലിയൊരു തെറ്റിലേക്ക് നയിച്ചതാണ് നമ്മൾ ചെരുപ്പ് ഉപയോഗിച്ചത്. കാരണം ചെറിയ കാലത്ത് നമുക്ക് അസുഖങ്ങൾ വളരെ കുറവായിരുന്നു. നമ്മുടെയൊക്കെ കാലഘട്ടത്തിൽ നമുക്ക് അസുഖങ്ങളൊക്കെ വളരെ കുറവായിരുന്നു. കാരണം നമ്മള് സ്കൂൾ വിട്ട് കഴിഞ്ഞാൽ നേരെ പോവുക, നമ്മള് അടുത്തുള്ള പാടത്തേക്കോ അല്ല പറമ്പത്തേക്കോ പോയി നമ്മൾ കളിക്കുന്നുണ്ടാവും നല്ല രീതിയിൽ. അപ്പോ അത് മണ്ണുമായിട്ട് നമുക്ക് നല്ല ബന്ധം ഉണ്ടായിരുന്നു. ഇന്ന് നമുക്ക് മണ്ണുമായിട്ട് ബന്ധം കുറവാണ്. നമ്മളെ കുട്ടികളടക്കം നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, നമുക്ക് മണ്ണുമായിട്ട് ബന്ധം കുറവാണ്. നമ്മുടെ ശരീരം നിർമ്മിച്ചിരിക്കുന്നത് മണ്ണ് കൊണ്ടാണെന്നാണ് പലതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. അപ്പൊ നമുക്ക് മണ്ണുമായിട്ടുള്ള ഒരു ബന്ധം കുറവാണ്. അത് വരാൻ കാരണം വെച്ചാൽ ചെരുപ്പാണ്. നമ്മളെ പഠിപ്പിച്ചതാണ് ചെരുപ്പ് ഇടുക, കാലിനെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടി ചെരുപ്പ് ഇടണം. പക്ഷെ ശരീരത്തിനെ അത് പ്രൊട്ടക്ട് ചെയ്യുന്നത്, നമ്മളെ കാലിനെയാണ് പ്രൊട്ടക്ട് ചെയ്യുന്നത്. എന്തെങ്കിലും ഡിസ്റ്റർബൻസ് ഉണ്ടോ? ഞാൻ പറയുന്നത് ക്ലിയർ ആകേണ്ടത് കേൾക്കണ്ടുണ്ടോ? അപ്പം സൗണ്ട് ഇല്ല എന്നുള്ളൊരു മെസ്സേജ് വന്നിട്ടുണ്ട്. സൗണ്ട് കുറവാണോ? അത്ര പ്രോബ്ലം ഒന്നുമില്ലല്ലോ സാർ, ഒന്നും കൂടെ ഒന്ന്. ഓക്കെ. അപ്പൊ നമുക്ക് ചെരുപ്പ് നമ്മുടെ ജീവിതത്തിൽ വന്നതോട് കൂടിയിട്ടാണ് നമുക്ക് അസുഖങ്ങൾ വന്നത്. അപ്പൊ ഈ അടുത്ത് ഞാൻ അതിനൊന്നൊരു ചെറിയൊരു പഠനം, അതായത് ചെരുപ്പിടാത്ത 2 ആൾക്കാരെ എനിക്കറിയാം, എനിക്ക് പരിചയം. 2 ആൾക്കാരെ വെച്ചാൽ കാലങ്ങളായിട്ട് ഞാൻ കണ്ടുവരുന്ന ആളാണ്. അവരോട് ഞാൻ അവരുടെ കാര്യങ്ങൾ അന്വേഷിച്ച സമയത്ത് അവർക്ക് പ്രത്യേകിച്ച് ഈ ലൈഫ് സ്റ്റൈൽ ഡിസീസ് ഒക്കെ വളരെ കുറവാണ്. ഒന്നും തന്നെ ഇല്ല എന്ന് തന്നെ പറയാം. അത് ചെറിയ ചെറിയ പ്രശ്നങ്ങൾ ഉണ്ട് അവർക്ക്. ഈ പനി, ജലദോഷം പോലത്തെ ഈ കാലാവസ്ഥ ചേഞ്ചസിന്റെ വരെയുള്ള ലൈഫ് സ്റ്റൈൽ ഡിസീസ് ഒന്നും തന്നെ ഇല്ല. അപ്പൊ ചെരുപ്പ് നമുക്ക് എന്താണ്, ജീവിതത്തിൽ നമ്മളെ ലൈഫ് സ്റ്റൈലിന്റെ ഭാഗമായിട്ടാണ് ചെരുപ്പ് വന്നത്. അപ്പൊ നമുക്ക് അവിടെ നഷ്ടപ്പെട്ടത് ഭൂമിയും മനുഷ്യനുമായിട്ടുള്ള ബന്ധം നഷ്ടപ്പെടുകയാണ്. അപ്പോ ഇന്നത്തെ കാലത്ത് നമുക്ക് അതൊന്നും ഒഴിവാക്കാൻ പറ്റില്ല. കാരണം വെച്ചാൽ നമുക്ക് ഇവിടെ യാത്ര ചെയ്യണമെങ്കിൽ നമുക്ക് ചെരുപ്പ് ചവിട്ടാതെ നമുക്ക് പോകാൻ പറ്റില്ല. എന്നുവെച്ചാൽ അത് നമ്മുടെ പേഴ്സണാലിറ്റിക്ക് ഒരു കുറവാണ്. ചെരുപ്പ് ഉപയോഗിച്ചിട്ട് നമുക്ക് എന്തോ ഒരു കോൺഫിഡൻസ് കിട്ടില്ല. ഓക്കെ, അതിൽ നിന്ന് ആ ഒരു ചെരുപ്പ് നമ്മളെ ജീവിതത്തിൽ ഉള്ളത് കൊണ്ട് നമുക്ക് നമ്മളെ ഭൂമിയായിട്ടുള്ള ബന്ധം വിട്ടുപോകും. അതിൽ നിന്ന്
നമുക്ക് ഭൂമിയായിട്ടുള്ള ബന്ധം കിട്ടും. ഭൂമിയിൽ നിന്ന് കിട്ടുന്നത് നമുക്ക് മാഗ്നറ്റിക് ആണ്. അപ്പൊ മാഗ്നറ്റിക് പവറാണ്. ആ ഒരു പവർ നമുക്ക് ഈ ഒരു പ്രോഡക്ട്സിൽ കൂടെ കിട്ടുന്നത്. ഓക്കെ, അതുകൊണ്ട് അതൊക്കെ മനസ്സിലാക്കി പിന്നീട് ഞാൻ എപ്പോഴും ചിന്തിക്കും. അവന് ഇപ്പൊ പറയുന്ന സമയത്തെല്ലാം ഞാൻ ചിന്തിക്കലുണ്ട്, എന്തുകൊണ്ടായിരിക്കും പറയുന്നത്. വെച്ചാൽ ഒരു കാര്യം പറഞ്ഞ് നമ്മൾ അംഗീകരിക്കുന്നില്ലെങ്കിൽ നമ്മൾ പൊതുവെ എന്താ ചെയ്യാ, നമ്മളൊരു കാര്യം ഒരാളോട് പറഞ്ഞ് അദ്ദേഹം അംഗീകരിക്കുന്നെങ്കിൽ നമ്മൾ അവരെ വിട്ടുകളി, പിന്നീട് അവരോട് അത് സംസാരിക്കാൻ പോലെ. പക്ഷെ ഇവനെ എന്നിട്ടും എന്നോട് ഇത് കൂടുതൽ കൂടുതൽ ഒരു മാസം കഴിഞ്ഞിട്ട് വരും, പിന്നെ ഒരു 2 മാസം കഴിഞ്ഞിട്ട് വരും, അങ്ങനെ അങ്ങനെ പറഞ്ഞു അപ്പൊ അത് കൂടുതൽ കൂടുതൽ പഠിക്കാൻ ശ്രമിച്ചു. അങ്ങനെയാണ് എനിക്ക് ഇത് എന്റെ ജീവിതത്തിൽ ഇത് എനിക്ക് ആവശ്യമുണ്ട് എന്നുള്ളത് കൊണ്ടാണ് ഞാൻ ഇത് എടുത്തത്, ഈ ഒരു പ്രൊഡക്ട്സ് ഉപയോഗിക്കാൻ തുടങ്ങി. ഞാനിപ്പോ ജോയിൻ ചെയ്തിട്ട് ജനുവരി 1-ാം തീയതി 2025 ജനുവരി 1-ാം തീയതിയാണ് ഞാൻ ജോയിൻ ചെയ്തത്. ഏകദേശം ജോയിൻ ചെയ്തിട്ട് ഒരു മാസവും ഇന്ന് 9 ദിവസമായി. ഓക്കെ, ഞാനിത് നെറ്റ്വർക്കിലേക്ക് ഞാൻ ഇറങ്ങിയിട്ടില്ല. കാരണം എനിക്ക് നമ്മൾ ഏത് സാധനവും നമ്മൾ ഉപയോഗിച്ച് അതിൽ സാറ്റിസ്ഫാക്ഷൻ കിട്ടിക്കഴിഞ്ഞാൽ, നമ്മൾ അതിൽ സംതൃപ്തനായി കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ഇത് മറ്റുള്ളവരോട് പറയാൻ പറ്റൂ. എന്നുവെച്ചാൽ ഇതിൽ വന്ന ആൾക്കാരോടും എനിക്ക് പറയാനുള്ളത്, ഞാനത് കുറച്ച് കഴിഞ്ഞിട്ട് എന്റെ ഈ ഒരു ടോപ്പിക്കിൽ വരുന്നതായിരിക്കും ആ ഒരു വിഷയം. നമ്മളുടെ ഉപയോഗിച്ച സാധനം മാത്രമേ ഒരാൾക്ക് പ്രൊഡക്റ്റ് ചെയ്യും. എന്നുവെച്ചാൽ ഇതൊരു നെറ്റ്വർക്ക് ബിസിനസ് ആയതുകൊണ്ട് നമ്മൾ ജോയിൻ ചെയ്തു, പിറ്റേ ദിവസം തന്നെ നമ്മൾ നെറ്റ്വർക്കിലേക്ക് ഇറങ്ങുകയാണ്. അത് നമുക്ക് ഈ ഒരു പ്രൊഡക്ട്സ് ബേസ്ഡ് ബിസിനസ്സിൽ, നെറ്റ്വർക്ക് ബിസിനസ്സിൽ അതൊരിക്കലും ചെയ്യാൻ പാടില്ലാത്തൊരു കാര്യമാണ്. കാരണം വെച്ചാൽ അതുകൊണ്ടാണ് നമ്മൾ വന്ന ആൾക്കാർ ഇതിൽ വന്നിട്ട് കുറച്ച് കഴിഞ്ഞാൽ ചിലപ്പോ നിങ്ങൾക്ക്, ഞാനിപ്പോ ഒരു രീതിയിൽ അസിഡിറ്റി ഉള്ള ഒരാളായിരുന്നു. അപ്പൊ ഈ ഒരു വെള്ളം കുടിച്ച സമയത്ത് തന്നെ, വാട്ടർ എനർജി പാഡ്ജറ്റ് ഈ ഒരു കുപ്പിയിൽ വെള്ളം കുടിച്ച സമയത്ത് തന്നെ അതിൽ നിന്നൊക്കെ വളരെയേറെ വ്യത്യാസം വന്നിട്ടുണ്ട്. ഏകദേശം ഒരു 60% അതിൽ നിന്ന് എനിക്ക് മോചനം കിട്ടി. അതെന്റെ ഒരു നല്ലൊരു കാര്യമാണ്. കാരണം വെച്ചാൽ എനിക്ക് ഏതെങ്കിലും ഫുഡ് കഴിച്ചാൽ, അതായത് നമുക്ക് എണ്ണയിൽ കഴിച്ച ഏത് ഫുഡ് കഴിച്ചാലും എനിക്ക് അപ്പോഴും അസിഡിറ്റി വരുന്നതാണ്. ഇപ്പൊ അതിന്റെയൊക്കെ പ്രോബ്ലം ഒക്കെ മാറി കിട്ടിയിട്ടുണ്ട്. എനിക്ക് ഇഷ്ടമുള്ളതായിരുന്നു പഴംപൊരിയും ഇങ്ങനത്തെ എണ്ണപ്പൊരിച്ച എനിക്ക് ഇഷ്ടമായിരുന്നു ആദ്യം. പക്ഷെ അതൊക്കെ എനിക്ക് ഇപ്പം കഴിക്കാൻ പറ്റുന്നു. എന്നുവെച്ചാൽ അസിഡിറ്റിയുടെ വളരെ കുറവുണ്ട്. പക്ഷെ അത് ഞാൻ ഇതിൽ നിന്നോട് പ്രൊമോട്ട് ചെയ്യുകയല്ല. എന്നുവെച്ചാൽ വറുത്തതും പൊരിച്ചതും ഒക്കെ നമ്മൾ കഴിയുന്നതും കുറക്കുന്നത് നമ്മളെ ജീവിതത്തില്, ലോങ് ടേം ജീവിതത്തില് നമുക്ക് അത് ഉപകരിക്കും. വറുത്തതും പൊരിച്ചതും ഒക്കെ കഴിക്കൽ കുറച്ച് കഴിഞ്ഞാൽ. ഓക്കെ, അപ്പൊ ഞാൻ എന്റെ ഒരു വിഷയത്തിലേക്ക് വരാം. നമ്മളെ ഈ ഒരു ബിസിനസ് ചെയ്യണമെങ്കിൽ 3 പില്ലർ, ഈ ഒരു ബിസിനസ് മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ 3 പില്ലർ ആവശ്യമാണ്. അപ്പം അതായത് 3 പില്ലർ. അതായത് നമ്മളിപ്പോ ഒരു ബിൽഡിംഗ് എടുക്കുകയാണ്, നമ്മളിപ്പോ ഒരു ബിസിനസ് എന്നൊരു ഒരു ബിൽഡിംഗ് നമ്മൾ പണിയാൻ പോവുകയാണ്. അതിന്റെ അടിത്തറയായിട്ട് നമുക്ക് വേണ്ടത് ലേൺ, ഡു, ടീച്ച്. അതായത് 3 ഘടകമാണ് ഇതിൽ. ലേൺ, ഡു, ടീച്ച്. അതായത് ലേൺ എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ഒരു കാര്യത്തിലേക്ക് വന്നു കഴിഞ്ഞു, ഈ ഒരു ബിസിനസ്സിലേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മൾ സീരിയസ് ആയിട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഒരാളാണെങ്കിൽ അതിനെ കുറിച്ച് നമ്മൾ നല്ല രീതിയിൽ പഠിക്കണം. അതായത് ഒന്നും പഠിക്കാതെ തന്നെ നമ്മൾ മാർക്കറ്റിൽ ഇറങ്ങി കഴിഞ്ഞാൽ നമുക്ക് അതിൽ നിന്ന് നെഗറ്റീവ് റിസൾട്ട് ആയിരിക്കും നമുക്ക് കിട്ടുക. നമുക്ക് മാർക്കറ്റിലെ ആൾക്കാരെ നെഗറ്റീവ് അറിയാൻ പറ്റും. കാരണം നമ്മളെക്കാട്ടും ബുദ്ധിയുള്ള ആൾക്കാരാണ് നമ്മളെ മാർക്കറ്റിലുള്ളത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, ഇതിനെ കുറിച്ച് പഠിക്കണം. ഇതിനെക്കുറിച്ച് ആദ്യം നമ്മൾ പഠിക്കുക. പിന്നെ ഡു എന്നുള്ള വാക്കാണ്. ഡു എന്നുള്ളത് നമ്മൾ ചെയ്യുക. എന്നുവെച്ചാൽ അതിൽ വരുന്നതാണ് പ്രൊഡക്ട്സ് വരുന്നത്. നമ്മൾ ഈ ഒരു ബിസിനസ് മുന്നോട്ട് കൊണ്ടുവന്ന പ്രൊഡക്ട്സ് ആണ്, മറ്റൊന്നുമല്ല. ഈ ഒരു ബിസിനസ് എന്ന് വെച്ചാൽ പ്രൊഡക്ട്സ് ബേസ്ഡ് ബിസിനസ് ആണ്. ഈ ഒരു പ്രൊഡക്ട്സിനാണ് നമ്മൾ പ്രാധാന്യം കൊടുക്കുന്നത്. അപ്പൊ ആ പ്രൊഡക്ട്സ് നമ്മൾ 100% ഉപയോഗിക്കുക. എന്നുവെച്ചാൽ നമ്മള് നമുക്കിപ്പോ ഈ ഒരു ബിസിനസ് തന്നെ ചില ആൾക്കാർ തെറ്റായ രീതിയിൽ ഈ ഒരു ബിസിനസ് ചെയ്യുന്നുണ്ട്. എന്നുവെച്ചാൽ ഇതില് ഇപ്പൊ 5ഓളം പ്രോഡക്ട്സ് ഉണ്ട്. ഇപ്പം ബിസിനസ്, അതായത് സാമ്പത്തികം ഉണ്ടാക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടി വന്ന ആൾക്കാർ ഇതിൽ നിന്ന് 1-2 പ്രോഡക്ട്സ്, കാരണം നമ്മളോട് ഈ കസ്റ്റമർക്ക് നമ്മൾ ഇത് കൃത്യമായിട്ട് പറഞ്ഞു കൊടുത്താലാണ് ആ ഒരു കസ്റ്റമർ ഈ ഒരു ഫുള്ള് പ്രോഡക്ട്സ് വാങ്ങിക്കും. ഈ 5 പ്രോഡക്ട്സ് അടങ്ങുന്ന ഒരു കിറ്റ് വാങ്ങിക്കും. ഇല്ലെങ്കിൽ എന്താ പറയാ, ചിലപ്പോൾ നമ്മളെ ഒഴിവാക്കേണ്ടിയിട്ട് ചിലപ്പോ സുഹൃത്തുക്കളോടായിരിക്കും പറഞ്ഞിട്ടുണ്ടാവുക, ചിലപ്പോ വിട്ടുകൂടാത്ത ആൾക്കാരോട്, ഇല്ലെങ്കിൽ നമ്മൾ ഈ ഒരു ബിസിനസ് പറയുന്നുണ്ടാവും. അപ്പൊ അവർ നമ്മളെ ഒഴിവാക്കേണ്ടിയിട്ട് എന്തെങ്കിലും ചെറിയ പൈസ എന്തെങ്കിലും സാധനം ഉണ്ടോന്ന് ചോദിക്കും. അപ്പം പറയാ, ചില ആൾക്കാർ പറയും, ഈ ബിസിനസ് സാധ്യത മനസ്സിലാക്കാത്ത ആൾക്കാർ പറയാ, എന്തെങ്കിലും ബിസിനസ് നടക്കട്ടെ എന്നുള്ള രീതിയിൽ എന്തെങ്കിലും കൊടുത്ത് കൈക്ക് കിട്ടുന്ന റിസ്റ്റ് ബാൻഡോ അല്ലെങ്കിൽ വാട്ടർ എനർജി പാഡോ കൊടുത്തിട്ട് പൈസയുമായി തിരിച്ചു വന്നു. അത് നമുക്ക് നെഗറ്റീവ് റിസൾട്ടാണ് മാർക്കറ്റ് ഉണ്ടാകുന്നത്. കാരണം നമ്മൾ മാർക്കറ്റിൽ ഇറങ്ങിയിട്ടാണ് ബിസിനസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഈ പ്രൊഡക്ട്സും മാർക്കറ്റിലാണ് നമ്മൾ ഇറക്കേണ്ടത്. അപ്പം നമ്മൾ പറയുന്ന സമയത്ത് ഏതെങ്കിലും ഒരു വ്യക്തിയോട് പറഞ്ഞ, അപ്പൊ അപ്പുറത്തെ വീട്ടിലുള്ള ആൾക്കാർ ഈ ഒരു 2 സാധനം ഉപയോഗിച്ചിട്ടുണ്ടാവും. അവർ ഞാൻ ഉപയോഗിച്ചു, എനിക്കൊരു റിസൾട്ടും കിട്ടിയില്ല,
അങ്ങനെയുള്ള ഒരു നെഗറ്റീവ് ഇത് വരും. അത് അവരുടെ ഭാഗത്ത് നിന്ന് നെഗറ്റീവ് റിസൾട്ട് നമുക്ക് കിട്ടുന്നതായിരിക്കും. അപ്പം നമ്മൾ ഇതിന്റെ 100% പ്രൊഡക്റ്റ് യൂസറായി മാറുക. എല്ലാ ദിവസവും ഈ പറയുന്ന പ്രോഡക്ട്സ് നമുക്ക് ഉപയോഗിക്കാം. പിന്നെ ടീച്ച്, നമ്മൾ പഠിച്ച കാര്യങ്ങള് നമ്മളെ പഠിപ്പിക്കുക, നമ്മളെ കൂടെ വരുന്ന ആൾക്കാരെ നമ്മൾ പഠിപ്പിക്കുക. കാരണം വെച്ചാൽ അത് വളരെ കൃത്യമായിട്ട് പറഞ്ഞു കൊടുക്കണം. കാരണം വെച്ചാൽ നമ്മൾ തെറ്റായ രീതിയിൽ അവരെ ഒന്നും പഠിപ്പിക്കരുത്. നമ്മൾ ഈ ഒരു സംഭവങ്ങൾ, ഈ ഒരു ബിസിനസ് ഇതാണ്, ഇതേ കാര്യങ്ങളാണ് ഇതിൽ ചെയ്യേണ്ടത്, ഓരോ ദിവസം ചെയ്യേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ കൃത്യമായിട്ട് അവരെ പഠിപ്പിക്കുക. എന്നിട്ടാണ് മാർക്കറ്റിലേക്ക് നമുക്ക് ഇറക്കാൻ പാടുള്ളൂ നമ്മൾ ഏതൊരു ബിസിനസ്. കാരണം വെച്ചാൽ ഇതൊക്കെ എനിക്ക് മുൻകാലങ്ങൾ ബിസിനസ്സിൽ വന്ന കുറവ്, അതായത് നമ്മൾ ചെയ്തുകൊണ്ടിരുന്ന തെറ്റാണ് ഞാനിപ്പോ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പക്ഷെ നമ്മളെ നല്ല രീതിയിൽ പിന്നീടാണ് നമുക്ക് അതിൽ നിന്ന് നല്ല രീതിയിലുള്ള പഠനം കിട്ടി, നല്ല രീതിയിൽ നമുക്ക് ചെയ്യാൻ സാധിച്ചത്. അപ്പൊ ഇതിലും നമ്മൾ എന്ത് ചെയ്യണം? ഞാൻ ഈ പറഞ്ഞ 3 കാര്യം, ലേൺ, ഡു, ടീച്ച്, ഈ ഒരു 3 കാര്യം എല്ലാ ആൾക്കാരും ശ്രദ്ധിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. പിന്നെ ഈ ഒരു ബിസിനസ് മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ 4 ബേസിക്സ് എന്ന് പറഞ്ഞൊരു ഘടകം കൂടി ഇതിലുണ്ട്. എന്താണ് ഈ 4 ബേസിക്സ്? അതായത് നമുക്ക് ഏതൊരു ബിസിനസ് ബിൽഡ് ചെയ്യണമെങ്കിലും ഈ ഒരു 4 കാര്യങ്ങളും കൂടി വേണം നെറ്റ്വർക്ക് മാർക്കറ്റിംഗ്. കാരണം വെച്ചാൽ ഒന്നാമത്തേത് ലിസ്റ്റ് ബിൽഡിംഗ്. നിങ്ങളൊക്കെ ഇതിൽ കേട്ടതായിരിക്കാം, മറ്റുള്ള RK സാറിന്റെ ട്രെയിനിങ് പോലത്തെ ട്രെയിനിങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ടാവും. അതായത് ലിസ്റ്റ് ബിൽഡിംഗ്, ഇൻവിറ്റേഷൻ, ഷോ ദ പ്ലാൻ, ഫോളോ അപ്പ്. ഈ ഒരു 4 ഘടകം കൂടി നമുക്ക് ഈ ഒരു നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് ബിസിനസ്സിൽ നമുക്ക് ഉയരങ്ങളിലേക്ക് എത്താൻ അല്ലെങ്കിൽ വിജയിക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു 4 കാര്യം കൂടി അത്യാവശ്യമാണ്. അതായത് ലിസ്റ്റ് ബിൽഡിംഗ്, നമ്മൾ ഏതൊരു സംഭവം കാര്യങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിലും, ഏതൊരു ജോലി ചെയ്യുന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാൻ, റോ മെറ്റീരിയൽ നമുക്ക് ആവശ്യമാണ്. നമ്മുടെ റോ മെറ്റീരിയൽ എന്താണെന്ന് വെച്ചാൽ നമുക്ക് മനുഷ്യന്മാരാണ്, നമ്മുടെ സുഹൃത്തുക്കളാണ്, നമ്മുടെ അയൽപ്പക്കക്കാരാണ്, നമ്മൾക്ക് ഇപ്പം പരിചയപ്പെടുന്ന ആളായിരിക്കാം, പല രീതിയിലുള്ള ആൾക്കാരായിരിക്കാം. എല്ലാവരും നമുക്ക് ഇത് വേണം, ലിസ്റ്റ് ബിൽഡിംഗ് എന്ന് പറഞ്ഞ സാധനം. നമുക്ക് ആളുകൾ വേണം, റോ മെറ്റീരിയൽ വേണം. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ഒരു പേപ്പറും ഒരു ഡയറിയും ഒരു പെന്നും എടുത്തിട്ട് നമുക്ക് പരിചയമുള്ള എല്ലാ ആൾക്കാരുടെ പേരും എഴുതി വെച്ചാൽ നമ്മള് ഇപ്പൊ എല്ലാവരും സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നതായിരിക്കും. ചില സമയത്ത് ഫ്രണ്ട് ലിസ്റ്റ് എടുത്ത് വയ്ക്കുന്നതില് നമുക്ക് ഏകദേശം 500-1000 പേരുള്ള ഫ്രണ്ട് ലിസ്റ്റുള്ള ആൾക്കാരൊക്കെ ഉണ്ട്. അപ്പൊ അതേപോലെ നമ്മൾ എന്ത് ചെയ്യണം? ഇതിന് നമ്മള് ഒരു ലിസ്റ്റ് ബിൽഡിംഗ് തയ്യാറാക്കണം. അതായത് ഓരോ കാറ്റഗറി വെച്ചിട്ട് ലിസ്റ്റ് ബിൽഡിംഗ് തയ്യാറാക്കണം. നമുക്ക് ഫസ്റ്റ് ടൈം ബിസിനസ് പ്ലാൻ കാണിക്കേണ്ട ആൾക്കാരുടെ ലിസ്റ്റ്, പിന്നെ നമുക്ക് ഈ ഒരു പ്രൊഡക്റ്റ് കാണിക്കാനുള്ള ആൾക്കാരുടെ ലിസ്റ്റ്, എന്നിങ്ങനെ ഓരോ തരംതിരിച്ച് മാറ്റി വെക്കണം. നമുക്ക് ഓരോരോ സമയത്തും ഓരോരോ ആയുധം പോലെ നമുക്ക് റോ മെറ്റീരിയൽ എടുക്കേണ്ടതാണ്. അപ്പൊ അതിനു വേണ്ടിയിട്ട് തരംതിരിച്ചിട്ട് നമ്മൾ ഇതിൽ നിന്ന് എടുക്കണം. ഒരു മിനിറ്റ്. നമ്മൾ ഇതിൽ നിന്ന് തരംതിരിച്ച് എഴുതി കഴിഞ്ഞാലേ നമുക്ക് ഓരോരോ സമയത്തും നമുക്ക് ഓരോരോ രീതിയിൽ നമുക്ക് ആ ഒരു സംഭവം എടുക്കാൻ പറ്റും. പിന്നെ ഇൻവിറ്റേഷൻ ആണ്. അതായത് ഇൻവിറ്റേഷൻ വെച്ച് നമുക്ക് പല രീതിയിൽ ചെയ്യാൻ പറ്റും. എന്നുവെച്ചാൽ നമുക്ക് അവരുടെ ഇതിൽ നിന്ന് നമ്മൾ പ്ലാൻ കാണിക്കുന്ന ഒരു സ്ഥലത്തേക്ക് നമുക്ക് ക്ഷണിച്ചു കൊണ്ടുപോകാം. അപ്പോ നമുക്ക് ഹോം മീറ്റിംഗ് ചെയ്യുന്ന സ്ഥലത്ത് വിളിച്ചു കൊണ്ടുപോകാം. അപ്പൊ അവരെയൊക്കെ നല്ല രീതിയിൽ ക്ഷണിക്കുക. ആക്ച്വലി ഇങ്ങനെ ഒരു അവസരമുണ്ട്, ഞാൻ ഇന്നേ ഒരു ഓർഗനൈസേഷനുമായിട്ട് ഞാനിപ്പോ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അതിൽ നിങ്ങളെ പോലുള്ള ആൾക്കാർക്ക് ഒരുപാട് നിങ്ങൾ ഇപ്പൊ ചെയ്യുന്ന തൊഴിലിനോട് കൂടെ തന്നെ ചെയ്യാൻ പറ്റിയ ഒരുപാട് ഓപ്ഷൻസിനെ കുറിച്ച് സംസാരിക്കുന്നുണ്ട് അവിടെ. അപ്പൊ ഞാൻ ഇന്ന് ഒരു 4 പേരെ ഇതിലേക്ക് ക്ഷണിച്ചിട്ടുള്ളൂ. അതിൽ ഒരാൾ നിങ്ങളാണ്. അപ്പൊ നിങ്ങൾ ഈ കൃത്യസമയത്ത് എത്തണം എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് അവരെ ഇൻവിറ്റേഷൻ ചെയ്യാം. അത് അവരവരുടേതായ കഴിവിനനുസരിച്ചിട്ട് നമുക്ക് ആ ഒരു നമ്മളെ പ്ലാൻ പ്രസന്റേഷൻ ചെയ്യുന്ന സ്ഥലത്തേക്ക് എത്തിക്കാം. അത് ഓരോരുത്തർക്കും ഓരോ രീതിയിലുള്ള കഴിവായിരിക്കാം. എനിക്കുള്ള കഴിവായിരിക്കില്ല ഇതിലുള്ള ആളുകൾക്ക് ഉണ്ടാവുക. അപ്പോൾ അവർ ഓരോരുത്തരുടേതായ രീതിയിലുള്ള കഴിവുകൾ ഉപയോഗിച്ചിട്ട് നമുക്ക് അവരെ ഇൻവിറ്റേഷൻ ചെയ്യാം. പിന്നെ നമ്മൾ ഷോ ദ പ്ലാൻ ആണ്. നമ്മളെ പ്ലാൻ അവർക്ക് പറയാം. നമ്മൾ ഇതിന്റെ ഇൻകം പ്ലാനും പിന്നെ നമ്മളെ ഹെൽത്ത് പ്ലാൻ. ഹെൽത്ത് ആണ് ഇന്ന് ആൾക്കാർ ഏറ്റവും കൂടുതൽ അഭിമുഖീകരിക്കുന്ന പ്രശ്നം. അപ്പൊ ഹെൽത്ത് പ്ലാൻ ചെയ്യുക. പിന്നെ അതിന്റെ കൂടെ തന്നെ നമ്മളെ ബിസിനസ് പ്ലാനും അവർക്ക് കാണിക്കാം. പിന്നെ കറക്റ്റ് ആയിട്ടുള്ള ഫോളോ അപ്പ് ചെയ്യണം. ചില സമയത്ത് കാണാം നമ്മള് പ്ലാൻ കാണിച്ചിട്ട് അവരെ അങ്ങ് വിട്ടേ. വിത്തിൻ 12 മണിക്കൂർ അല്ലെ 24 മണിക്കൂറിൽ നമ്മളിപ്പോ ഒരു വ്യക്തിയെ പ്ലാൻ കാണിച്ചാൽ 12-24 മണിക്കൂറിനുള്ളിൽ അദ്ദേഹത്തെ നമ്മൾ എന്ത് ചെയ്യണം? ഫോളോ അപ്പ് ചെയ്യണം. കാരണം എന്തുകൊണ്ടാന്ന് വെച്ചാൽ ഇപ്പം നമ്മളിപ്പോ അവര് പ്ലാൻ കണ്ടു, ഈ ഒരു സംഭവങ്ങളൊക്കെ കണ്ടു, അവർ നേരെ നമ്മൾ വരുന്നതിനെക്കാട്ടും മുന്നേ അവരുടെ ഫ്രണ്ട് സർക്കിളുമായിട്ട് ഒന്ന് ചർച്ച ചെയ്യാൻ തുടങ്ങും.
അല്ലെ അവരുടെ അടുത്തുള്ള ആൾക്കാരായിട്ട് ചർച്ച ചെയ്യാൻ തുടങ്ങും. പക്ഷെ അവർക്ക് ഈ ബേട്ടോറിയം എന്താണെന്നോ ഈ ബിസിനസ് എന്താണെന്നോ അറിയില്ല. അപ്പൊ അവരിൽ നിന്ന് അവർക്ക് കിട്ടുന്നത് നെഗറ്റീവ് റിസൾട്ട് ആയിരിക്കും. ഇതൊക്കെ ഒരു തട്ടിപ്പ് പരിപാടിയായിരിക്കാം, എന്നിങ്ങനെയുള്ള ഇതൊരു നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് അല്ലെങ്കിൽ ഇതൊരു തട്ടിപ്പ് പരിപാടിയായിരിക്കാം എന്നൊക്കെ ആയിരിക്കും അവർക്ക് അവരുടെ കയ്യിൽ നിന്ന് കിട്ടുന്നുണ്ടാവുക. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, അതില് ആ ഒരു ഇത് കിട്ടുന്നതിന് മുന്നേ നമ്മൾ അവരെ ഫോളോ അപ്പ് ചെയ്തിരിക്കണം. എന്നുവെച്ചാൽ ഫോളോ അപ്പ് ചെയ്ത് കഴിഞ്ഞാലേ നമുക്ക് കറക്റ്റ് ആയിട്ടുള്ള റിസൾട്ട്. നമുക്കിപ്പോ ഏതൊരു വ്യക്തിയുടെ മുന്നിൽ ഇരുന്ന് കഴിഞ്ഞാലും അദ്ദേഹത്തിന്റെ കണ്ണിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാകും ഇദ്ദേഹം നമ്മളെ കൂടെ അസോസിയേറ്റ് ചെയ്യോ ഇല്ലയോ എന്നുള്ളത്. എന്നുവെച്ചാൽ അവരുടെ ബോഡി ലാംഗ്വേജിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അദ്ദേഹത്തിന്റെ കണ്ണിന്റെ നോട്ടം, കൈകാലുകൾ ചലിപ്പിക്കുന്നതിന്റെ ഒക്കെ രീതിയൊക്കെ നമുക്ക് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് അവർ നമ്മളെ കൂടെ ഇതിൽ വരുമോ ഇല്ലയോ എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. കാരണം അത് നിങ്ങൾക്കും മനസ്സിലാക്കാൻ പറ്റും. സിമ്പിൾ ട്രിക്ക് ആണ് അതൊക്കെ. നമ്മൾ ഈ നെറ്റ്വർക്ക് ഫീൽഡിൽ ഏകദേശം ആൾക്കാരുമായിട്ട് ബന്ധപ്പെടുന്നുണ്ട്. നമ്മൾ 10-100 ആൾക്കാരെ ബന്ധപ്പെടുമ്പോൾ തന്നെ നമുക്ക് അവർക്ക് മനസ്സിലാക്കാൻ പറ്റും ഇദ്ദേഹം ഏത് പേഴ്സൺ ആണെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാം. അപ്പൊ ആ രീതിയിൽ കാര്യങ്ങൾ ചെയ്യുക. കാരണം ഈ ഒരു 4 ബേസിക്സ് ഈ ഒരു ബിസിനസ്സിൽ നിർബന്ധമാണ്. അതായത് ലിസ്റ്റ് ബിൽഡിംഗ്, ഇൻവിറ്റേഷൻ, ഷോ ദ പ്ലാൻ ആൻഡ് ഫോളോ അപ്പ്. ഈ ഒരു 4 കാര്യമാണ് ചെയ്താൽ മതി. അത് സിമ്പിൾ കാര്യമാണത്. അതൊക്കെ 4 കാര്യം വളരെ സിമ്പിൾ ആയിട്ട് ചെയ്യുക. പിന്നെ ഉള്ളത് വേണ്ടത് വെച്ചാൽ നമുക്കിപ്പം വരുന്നത് നമ്മളെ ഈ ഒരു വെൽനസ് ഇൻഡസ്ട്രിയിലാണ് വരുന്നത്. ഈ വെൽനസ് ഇൻഡസ്ട്രി റെവല്യൂഷനെ കുറിച്ചിട്ട് ഞാൻ കുറച്ച് കഴിഞ്ഞ പ്രാവശ്യത്തെ സൂം മീറ്റിംഗ് സംസാരിച്ചതാണ്. അപ്പോൾ ഇനി ഇൽനസ് ഇൻഡസ്ട്രിയിൽ നിന്ന് പറഞ്ഞാൽ ലിവിങ് ഷോർട്ട് ഡൈയിങ് ലോങ് ആണ്. അതായത് നമ്മൾ ജീവിതം കുറച്ചും മരണം കൂടുതലാണ് ഈ ഇൽനസ് ഇൻഡസ്ട്രി എന്നത്. കാരണം ഈ ഒരു കാലഘട്ടത്തിൽ നമുക്ക് ഈ ഒരു അവസരം പറയുന്നതിനെക്കാട്ടും മുന്നിൽ ഈ ഇൽനസ് ഇൻഡസ്ട്രി നമുക്ക് ഈ ഒരു ഇവിടെ അത്യാവശ്യമാണ്. കാരണം നമുക്ക് അസുഖം വന്നാൽ ചികിത്സിക്കണം, അസുഖം വരിക ചികിത്സിക്കുക എന്നുള്ളതാണ്. അപ്പൊ അതിവിടെ ആവശ്യമാണ്. അപ്പോ ഇൽനസ് ഇൻഡസ്ട്രിയുടെ ഒരു പ്രൊഡക്റ്റ് എന്ന് വെച്ചാൽ നമ്മുടെ ഗർഭപാത്രത്തിലെ ഒരു ഭ്രൂണം വരെ ഇപ്പൊ ഇൽനസ് ഇൻഡസ്ട്രിയുടെ ഒരു പ്രൊഡക്ട്സ് ആണ്. അത് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടതാണ്. കാരണം പണ്ട് കാലങ്ങളിലൊക്കെ പറയുന്നേക്കാം നമ്മളെ ഇതില്ല. എന്റെ അമ്മ പ്രസവിച്ചത് എന്റെ വീട്ടിൽ നിന്നാണ്. അതായത് അമ്മയുടെ വീട്ടിൽ നിന്നാണ് പ്രസവിച്ചത്. ഇന്ന് വെച്ചാൽ നമ്മളെ ഗർഭധാരണം മുതലേ, അതായത് 2-ാം മാസം മുതലായിരിക്കും കാണിക്കാൻ പോകുന്നുണ്ടാവുക. ആ മാസം മുതലേ ഒരു ഇൽനസ് ഇൻഡസ്ട്രിയുടെ പ്രൊഡക്ട്സ് ആണ്, കസ്റ്റമർ ആണ് ഒരു ഭ്രൂണം വരെ. അപ്പോ ആ ഒരു ഇതാണ് നമ്മൾ ജനിച്ച് കുട്ടിയായി വന്നു കഴിഞ്ഞാൽ അവര് വേറെ രീതിയിൽ ഹെൽത്ത് ഉണ്ടാകാനുള്ള സാധ്യത കുറവാണ്. കാരണം അവരും ഈ ഇൽനസ് ഇൻഡസ്ട്രിയുടെ ഭാഗമാണ്. മരിക്കുന്നത് വരെ ഇൽനസ് ഇൻഡസ്ട്രിയുടെ ഒരു ഭാഗമാണ് അവരും. അപ്പം നമുക്ക് ഇൽനസ് ഇൻഡസ്ട്രിയെ കുറിച്ചിട്ട് നമുക്ക് ഇതാണ് പറയാനുള്ളത്. പിന്നെ ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ നമുക്ക് ഇപ്പൊ ഇൽനസ് ഇൻഡസ്ട്രിയിൽ നമുക്ക് നമ്മളെ പുറത്തു നിന്ന് വരുന്ന അസുഖങ്ങൾക്കൊക്കെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്. നമ്മൾ ചെറിയൊരു ഉദാഹരണം പറയാം. നമുക്ക് നമ്മുടെ വീടിന് അധിക വീടിന് മതിലുണ്ടാവാം, വാതിലുണ്ടാവാം. അതൊക്കെ നമ്മൾ എന്തിനാ ചെയ്യുന്നത് എന്ന് വെച്ചാല് നമുക്ക് നമ്മളെ വീട്ടില് മറ്റുള്ള ഒരാൾക്കാർ വന്നുള്ള അറ്റാക്ക് ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ അതുപോലെ തന്നെയാണ് നമുക്കിപ്പോ പുറത്തു നിന്നുള്ള ആക്രമണം തടയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പലതരം വാക്സിൻ എടുക്കുന്നത്. ഓരോ പ്രായത്തിലും ഉള്ള ഒരു വാക്സിനൊക്കെ നമ്മളെ കുട്ടികളെ കൊണ്ട് എടുപ്പിക്കാറുണ്ട്. പല രീതിയിലുള്ള വാക്സിനേഷൻ, പോളിയോ പോലത്തെ അങ്ങനത്തെ പല, മഞ്ഞപ്പിത്തം വരാണ്ടിരിക്കട്ടെ, അങ്ങനത്തെ പല രീതിയിലുള്ള വാക്സിനേഷൻ നമ്മൾ എടുത്തു കഴിഞ്ഞു. അപ്പൊ പുറത്തു നിന്നുള്ള ആക്രമണത്തിന് വേണ്ടി നമ്മൾ സജ്ജരായി കഴിഞ്ഞു. നമ്മൾ നമ്മളെ ശരീരത്തിനെ പ്രൊട്ടക്ട് ചെയ്യാം. പക്ഷെ ഇപ്പോൾ നടക്കുന്നത് നമ്മുടെ ശരീരത്തിന് ഉള്ളിലുള്ള ഇതാണ്, അസുഖങ്ങളാണ്. അതായത് നമ്മളെ വീടെടുക്കുകയാണ്. ഭാര്യയും ഭർത്താവും തമ്മിലുള്ള ഒരു അടിപിടിക്ക് അത് പറഞ്ഞു തീർക്കുന്നതിന് പകരം ആയുധമെടുത്താൽ എന്തായിരിക്കും? നമ്മള് അവിടെ രണ്ടിലൊരാളെ ബാക്കി ഉണ്ടാവും. ഇപ്പൊ നമ്മൾ ഓരോ ദിവസം പേപ്പർ വായിച്ചു കഴിഞ്ഞാലോ അല്ലെങ്കിൽ TV വാർത്തയോ ഇതാണ് നടക്കുന്നത്, കണ്ടുകൊണ്ടിരിക്കുന്നത്. കാരണം വെച്ചാൽ നമുക്ക് നമ്മുടെ വീട്ടിൽ നടക്കുന്ന ഒരു പ്രശ്നത്തിന് അവർ ആയുധം എടുക്കുകയാണ്, മറിച്ച് അവര് ഇതിന്റെ കറക്റ്റ് സൊല്യൂഷൻ എന്താണെന്നുള്ളത് കണ്ടുപിടിക്കുന്നില്ല. അതുപോലെ തന്നെയാണ് നമ്മുടെ ശരീരത്തിൽ ഒരുപാട് വാല്യുബിൾ ആയിട്ടുള്ള അവയവങ്ങളുണ്ട്. അതായത് അതിന്റെ പേപ്പർ കട്ടിങ്സും ഇതൊക്കെ ഉണ്ടായിരുന്നു എന്റെ കയ്യിൽ. ഇതിൽ എനിക്ക് ഇപ്പം പ്രസന്റ് കാണിച്ചു തരാൻ പറ്റില്ല. അതിന്റെ ഒരു ഏത് രീതിയിൽ ഇതിൽ കാണിക്കണം എന്നുള്ള എനിക്ക് അറിഞ്ഞുകൂടാ. അതിനെ കുറിച്ച് പഠിച്ച് ഞാൻ അടുത്തൊരു പ്രാവശ്യം കാണിക്കുന്നതായിരിക്കും. അപ്പോ നമ്മുടെ ഓരോ ശരീരത്തിന് ഓരോ വാല്യൂ ഉണ്ട്. എന്നുവെച്ചാൽ നമ്മുടെ ശരീരത്തില് കുറെ അവയവങ്ങൾക്ക് ഒറ്റൊരു അവയവത്തിന് മാത്രമേ റീപ്ലേസ്മെന്റ് ഉള്ള ഇതുള്ളൂ. എന്നുവെച്ചാൽ നമ്മളെ കരളിന് നമുക്ക് റീപ്ലേസ് ചെയ്യാം, ഡാമേജ് വന്നാൽ റീപ്ലേസ് ചെയ്യാം. ബാക്കി ഉള്ളതിന് ഒന്നും തന്നെ മാർക്കറ്റിൽ അവൈലബിൾ അല്ല. ഈ ഒരു പ്രോഡക്ട്സ് കമ്പനി ഇറക്കുന്ന സമയത്തുള്ള പ്രോഡക്ട്സ് മാത്രമേ ഉള്ളൂ. പിന്നീട് ഒരു പ്രോഡക്ട്സും നമുക്ക് കിട്ടില്ല. അപ്പോൾ നമ്മുടെ ശരീരത്തിലുള്ള ഓരോരോ അവയവത്തിനും അത്രമാത്രം വിലയുണ്ട്.
അപ്പൊ അത് നമ്മൾ കാത്തു സൂക്ഷിക്കേണ്ടത് നമ്മളെ കടമയാണ്. അപ്പൊ നമ്മൾ ചെയ്യേണ്ടത് വെച്ചാല് നമ്മൾക്ക് ശരീരത്തിനുള്ളിൽ നടക്കുന്ന നമ്മളെ സെല്ലിന്റെ ഉള്ളിൽ നടക്കുന്ന പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്തിയിട്ട് വേണം അതിനെ ചികിത്സിക്കാൻ. എന്നുവെച്ചാൽ അപ്പൊ ഇപ്പൊ ഇല്ലസ് ഇൻഡസ്ട്രി ചെയ്യുന്നത് വെച്ചാൽ നമ്മൾ അപ്പടെ എന്തെങ്കിലും ഒരു അസുഖത്തിന് അതിന് അപ്പടെ തന്നെ നമ്മൾ ഒന്നോ രണ്ടോ മരുന്ന് തരും. അതായത് ഒരു മരുന്നിനും അതിന്റെ കൂടെ വേറൊരു മരുന്ന് കൂടി തരുന്നതായിരിക്കും. എന്നുവെച്ചാൽ ആ മരുന്നിന്റെ സൈഡ് എഫക്ട് ഉണ്ടാകാൻ വേണ്ടിയിരിക്കാണ് മറ്റൊരു മരുന്ന് കൂടി തരുന്നത്. അപ്പൊ നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മള് വടിയെടുക്കാതെ നമ്മളെ വീട്ടിൽ നടക്കുന്ന പ്രശ്നത്തിന് വടിയെടുക്കാതെ ശാശ്വതമായ ഒരു പരിഹാരം കണ്ടെത്തി എന്തുകൊണ്ടാണ് നമ്മളെ ഈ ഒരു വീട്ടിൽ ഇങ്ങനെ ഒരു പ്രശ്നം വന്നത് എന്നുള്ളത് നമ്മൾ ഒന്ന് ഇരുന്ന് പഠിക്കുക. അതേപോലെയാണ് നമ്മുടെ ശരീരത്തിനുള്ളിൽ സെല്ലുകൾക്കുള്ളിൽ എന്ത് സംഭവിച്ചു എന്നുള്ളത് പഠിക്കുക. അതിനുവേണ്ടി നമ്മൾ എന്ത് ചെയ്യണം, സെല്ലുകൾക്ക് നമ്മുടെ ശരീരത്തിൽ വേണ്ടത് വെച്ചാൽ നല്ല രീതിയിൽ പോവാണ്. വെൽനസ് ഇൻഡസ്ട്രിയാണ് അതിനൊരു ഉദാഹരണമായിട്ട് പറയാറുള്ളത്. അതായത് സൗഖ്യ വിപ്ലവം. അതായത് നമുക്ക് ശരീരത്തില് നമ്മളെ ഓരോ ദിവസം ശരീരത്തിൽ വേണ്ടത് വെച്ചാല് നമുക്ക് വെള്ളം വേണം, ഭക്ഷണം വേണം, പ്രോപ്പർ എക്സസൈസ് വേണം, പോസിറ്റീവ് മെന്റൽ ആറ്റിറ്റ്യൂഡ് വേണം. ഈ ഒരു 4 കാര്യങ്ങൾ ഉണ്ടെങ്കിലാണ് നമ്മളൊരു ശരിയായ രീതിയിലുള്ള പൂർണ്ണ ആരോഗ്യവാൻ എന്ന് പറയും. എന്നുവെച്ചാല് നമുക്ക് ശാരീരികമായും മാനസികമായും സാമ്പത്തികമായും സോഷ്യലിയായും നമ്മൾ കറക്റ്റ് ആണെങ്കിൽ നമ്മളൊരു നല്ല ആരോഗ്യവാനാണെന്ന് പറയാം നമ്മൾ. അപ്പൊ നമുക്ക് എന്ത് വേണം, നമ്മുടെ കഴിക്കുന്ന പ്രോഡക്ട്സുകൾ, അതായത് നമ്മൾ കഴിക്കുന്ന ഭക്ഷണങ്ങളിൽ കൂടെ കിട്ടുന്നത് നമുക്ക് ന്യൂട്രിയൻസ് ആണ്. ന്യൂട്രിയൻസ് കറക്റ്റ് ആയിട്ട് ശരീരത്തിൽ എത്തണമെന്നുണ്ടെങ്കിൽ നമ്മൾ ശരീരത്തിലേക്ക് കൊടുത്തു കഴിഞ്ഞാൽ അത് ബ്ലഡ് വഴിയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ശരീരത്തിലെ ഓരോരോ അവയവങ്ങളിലേക്ക് എത്തിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പം ബ്ലഡിന് നമുക്ക് ഏറ്റവും നല്ല പ്രാധാന്യമുണ്ട്. ബ്ലഡിൽ നമുക്ക് ഏറ്റവും കൂടുതൽ ഉള്ളത് വെള്ളമാണ്. കാരണം നമ്മളെ ശരീരത്തിൽ 60% വെള്ളമാണെങ്കിൽ ആ 60%ത്തിൽ 90% ബ്ലഡിലാണ് നമ്മൾ കുടിക്കുന്ന വെള്ളം സ്റ്റോർ ചെയ്യുന്നത്. അപ്പം നമ്മൾ എന്ത് ചെയ്യണം, ഒരു ദിവസം 2 മുതൽ 3 ലിറ്റർ വരെ വെള്ളം ഓരോ അവരുടേതായ വെയിറ്റിന്, ശരീര വെയിറ്റിന് അനുസരിച്ചിട്ട് വെള്ളം കുടിക്കണം. ആ ഒരു വെള്ളം നമ്മളൊക്കെ ഇപ്പൊ കുടിച്ചുകൊണ്ടിരിക്കുന്നത് pH ബാലൻസ്ഡ് കുറഞ്ഞ വെള്ളമാണ്. ഏതൊരു വീടിന്റെ കിണറിൽ നിന്ന് വെള്ളം എടുത്ത് ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ 5 മുതൽ ഒരു 6ന്റെ ഉള്ളിലായിരിക്കും ആ ഒരു ഓരോ വീട്ടിന്റെയും pH ബാലൻസ്. അത് pH ബാലൻസ് 7 എന്നുള്ള രീതിയിലുള്ള വെള്ളമായിരിക്കണം നമ്മൾ. അതിന് ഉള്ള ഒരു നല്ലൊരു പ്രോഡക്ട്സ് ആണ് നമ്മുടെ വാട്ടർ എനർജി പാഡ്. ആ ഒരു വെള്ളം കുടിച്ചു കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റ് ആയിട്ടുള്ള ക്ലിയർ ആയിട്ടുള്ള കട്ടി കുറഞ്ഞ വെള്ളം നമുക്ക് കുടിക്കാൻ പറ്റും. അപ്പം ബ്ലഡിലേക്ക് ഈ ഒരു വെള്ളം എത്തുന്ന സമയത്ത് കറക്റ്റ് ആയിട്ടുള്ള വെള്ളത്തിന്റെ കറക്റ്റായിട്ട് നമ്മളെ ശരീരത്തിൽ വെള്ളം എത്തുന്ന സമയത്ത് ന്യൂട്രിയൻസിനൊക്കെ കറക്റ്റ് ആയിട്ടുള്ള പൊസിഷനിലേക്ക് നമുക്ക് എത്തിച്ചു കൊടുക്കാൻ സാധിക്കുന്നതായിരിക്കും. ഈ ഒരു നമ്മളെ വെള്ളം കൊണ്ടുള്ള അത്രമാത്രം ഗുണം നമുക്ക് കിട്ടുന്നുണ്ട് നമ്മുടെ ശരീരത്തിൽ. പിന്നെ നമ്മൾക്കിപ്പം വെൽനസ് ഇൻഡസ്ട്രിയിൽ കൂടി കിട്ടുന്നത് ലിവിങ് ലോങ് ടൈം ഷോർട്ട് ആണ്. അതായത് നമുക്ക് ജീവിതകാലം കൂടുതൽ നമുക്ക് ഈ ഒരു പ്രോഡക്ട്സ് ഒക്കെ വെൽനസ് പ്രോഡക്ട്സ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് ജീവിതം കൂടുതൽ കിട്ടും, ടൈം ഷോർട്ട്. നമ്മൾ മുന്നേ പഠിച്ചത് ലിവിങ് ഷോർട്ട് ടൈം ലോങ് ആണ്. അത് ജീവിതം കുറവും മരണത്തിലേക്ക് ദീർഘദൂരം സഞ്ചരിക്കുകയാണ്. അപ്പൊ ഇവിടെ സംഭവിക്കുന്നത് എന്താ വെച്ചാല് വെൽനസ് ഇൻഡസ്ട്രിയിലേക്ക് ജനങ്ങൾ മാറുന്ന സമയത്ത് നമ്മൾ ലിവിങ് ലോങ് ടൈം ഷോർട്ടിലേക്ക് പോകും. ജനിച്ചു കഴിഞ്ഞാൽ എന്തായാലും ഒരു തവണ നമ്മൾ മരിച്ചു കൊടുത്തേ പറ്റും. അപ്പൊ നമ്മൾ ജീവിക്കുന്ന സമയത്ത് നമ്മള് കൂടുതൽ സമയം നല്ല ആരോഗ്യത്തോടു കൂടി ജീവിക്കാം, മരണം കുറച്ച്. അങ്ങനെയുള്ള ആൾക്കാർ ഈ കാലഘട്ടത്തിലുണ്ട് കൂടുതൽ സമയം. അത് പ്രായമുള്ള ആൾക്കാരൊക്കെ നമുക്കിപ്പോ മനസ്സിലാക്കാൻ പറ്റും. എന്തായത് വെച്ചാല് അവർ കൂടുതൽ സമയം ജീവിച്ചു, അവർക്ക് അസുഖങ്ങളൊക്കെ പെട്ടെന്ന് കാണാൻ മരിച്ചു എന്ന് കേൾക്കാൻ പറ്റും. അവർക്ക് അസുഖമില്ലായിരുന്നു, പെട്ടെന്ന് മരിച്ചു. പക്ഷെ പ്രായമുള്ള ആൾക്കാർക്ക് അവരുടേതായ അന്നത്തെ രീതി, ഭക്ഷണ രീതിയും അവരുടെ പാടത്തും പറമ്പത്തും ഇറങ്ങിയിട്ടുള്ള ജോലി. അപ്പം പിന്നീട് പറയാനുള്ളത് ഈ ഒരു ബിസിനസ്സിൽ നമ്മൾ ഡ്രീം കാണണം. നമുക്ക് ഡ്രീം വെച്ചാല് ഡ്രീം 2 തരം ഡ്രീമാണ്. നമ്മള് രാത്രിയിൽ നമ്മൾ ഉറക്കത്തിൽ കാണുന്ന സ്വപ്നങ്ങളൊന്നും നമ്മൾ രാത്രിയിൽ ഉറക്കം നഷ്ടപ്പെടുത്തുന്നതാണ് ശരിക്കും ഇത്. കാരണം വെച്ചാൽ ഇന്നലെ ഒരു ഇത് വെച്ചാൽ ശൈലേഷ് എന്നെ വിളിച്ചിട്ട് പറഞ്ഞു ഒരു 11 മണി ആയി കാണുന്നറിഞ്ഞു തോന്നുന്നു. 11 മണിക്കാണ് വിളിച്ചു പറഞ്ഞത് ഇന്നത്തെ സൂം മീറ്റിംഗ് നീ ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പൊ നിനക്ക് താല്പര്യപ്പെടുന്നു? കാരണം ഞാൻ ഇതിലൊന്നും പ്രിപ്പയർഡ് അല്ല. ഞാനിപ്പോ ഒരാഴ്ചക്കാലത്തായി ഞാൻ കുറച്ച് തിരക്കിലായിരുന്നു. അച്ഛൻ ഓരോ രീതിയിലുള്ള തിരക്ക്. അപ്പം അന്നത്തെ സൂം മീറ്റിംഗിൽ ഞാൻ പറഞ്ഞാണ് ഇതിന്റെ പ്രിപ്പറേഷൻ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്, അപ്പോ എനിക്കതിന് കുറച്ച് സമയം വേണമെന്നൊക്കെ പറഞ്ഞിരുന്നു. ഇന്നലെ രാത്രി വിളിച്ചു പറഞ്ഞു ശൈലേഷ് നാളത്തെ സൂം മീറ്റിംഗ് നീ ചെയ്യണം, നിനക്ക് പറ്റുമോ എന്ന് ചോദിച്ചു.
പെട്ടെന്ന് എനിക്ക് എന്ത് പറയണമെന്ന് എനിക്ക് അറിഞ്ഞൂടാ. കാരണം ഞാൻ ഇത് ഒരു പ്രിപ്പറേഷനും ഇല്ല. ഇപ്പൊ ഇതിൽ തന്നെ പറയുന്നതിൽ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ നിങ്ങളൊക്കെ ക്ഷമിക്കണം. കാരണം വെച്ചാൽ ഞാനിത് അവിടുന്ന് ഇവിടുന്ന് തൊട്ടിട്ടാണ് പറയുന്നത്, കറക്റ്റ് ഓർഡറിലല്ല പറയുന്നത്. അപ്പോ എന്നോട് പറഞ്ഞു ആ സമയം മുതൽ എനിക്ക് ഉറക്കം വന്നില്ല. എന്നുവെച്ചാൽ എന്ത് പറയണം ഏത് പറയണം എന്നുള്ള ഞാൻ വെച്ചാൽ എന്റെ മനസ്സിൽ ഇങ്ങനെ ഞാൻ ഏത് രീതിയിൽ ടോപ്പിക് എടുക്കണം എന്തെടുക്കണം എന്നുള്ള ഇപ്പം പ്രത്യേകിച്ച് ഒരു ടോപ്പിക് എനിക്ക് കിട്ടിയിട്ടില്ല. ഞാൻ ഇതിൽ നിന്ന് ഇത് കുറച്ച് കാര്യങ്ങൾ മാത്രം എന്റെ നോട്ട്സ് ഒന്നും എന്റെ ബുക്കിൽ നിന്നൊക്കെ എടുത്ത് എഴുതിയിട്ട് വായിക്കുന്നത് മാത്രമേ ഉള്ളൂ. അതിൽ കുറച്ച് അപാകതകളൊക്കെ ഉണ്ടാകും. നിങ്ങൾക്ക് കേൾക്കുന്നത് നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടാവും. അപ്പോ അതാണ് നമ്മളെ ഉറക്കം കെടുത്തുന്നതാണ് നമ്മളെ ശരിയായ സ്വപ്നം. അതായത് നമ്മുടെ മുൻ പ്രസിഡന്റ് ഇന്ത്യൻ പ്രസിഡന്റ് പറഞ്ഞ പോലെ അബ്ദുൽ കലാം പറഞ്ഞതുപോലെ നമുക്ക് ഉറക്കത്തിൽ കാണുന്നതല്ല നമ്മുടെ യഥാർത്ഥ സ്വപ്നം, നമ്മളെ ഉറക്കം നഷ്ടപ്പെടുത്തുന്നതാണ് യഥാർത്ഥ സ്വപ്നം. അതായത് നമുക്ക് ഗോള് വേണം. നമ്മള് സ്വപ്നങ്ങൾ കണ്ടു. അതായത് സ്വപ്നത്തിന്റെ ഒരു ജസ്റ്റ് ഒരു ഉദാഹരണം പറയാം. നമുക്ക് എല്ലാവർക്കും അറിയും, നമുക്ക് റിലയൻസ് ഇൻഡസ്ട്രിയെ പറ്റി എല്ലാവർക്കും അറിയാം. റിലയൻസ് ഇൻഡസ്ട്രിയുടെ ഫൗണ്ടർ ചെയർമാനായ ധീരുഭായ് അംബാനി എന്നുള്ള ഒരു വ്യക്തിയുടെ ചെറിയൊരു കഥ ഞാൻ പറയാം, വളരെ ചെറിയ. കാരണം വെച്ചാൽ അദ്ദേഹം യമൻ എന്ന അറബ് രാഷ്ട്രത്ത് ഒരു പെട്രോൾ പമ്പിൽ പെട്രോൾ അടിച്ചു കൊടുക്കുന്ന ഒരു പെട്രോൾ ബോയ് ആയിട്ടാണ് അദ്ദേഹം 18ാമത്തെ വയസ്സിൽ ജീവിതം സ്റ്റാർട്ട് ചെയ്തത്. അദ്ദേഹത്തിന് അന്നൊരു സ്വപ്നം ഉണ്ടായിരുന്നു. എന്തായിരുന്നു വെച്ചാൽ നമുക്കൊക്കെ എന്താ ചെയ്യാ, ഒരു പെട്രോൾ പമ്പിലുള്ള ഒരാള് വർക്ക് ചെയ്യുന്നത് നമ്മളായിരിക്കും. നമ്മളെ സ്വപ്നം ഉണ്ടാവുക എന്താ വെച്ചാൽ നമുക്ക് ആ ഒരു പെട്രോൾ പമ്പിന്റെ ഉടമയാകണം, അല്ലെങ്കിൽ ആ ഒരു ക്യാബിന്റെ ഉള്ളിൽ ബില്ല് ചെയ്തിട്ട് കൊടുക്കുന്ന ആളോ അങ്ങനത്തെ ആരെങ്കിലും ആണെന്നായിരിക്കും. പക്ഷെ അദ്ദേഹത്തിന്റെ സ്വപ്നം എന്ന് വെച്ചാൽ അതായത് ഈ പെട്രോൾ ഉണ്ടാക്കുന്ന റിഫൈനറി സ്വന്തമായിട്ട് തുടങ്ങണം എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ സ്വപ്നം. അപ്പം ചിലപ്പം അത് നമുക്ക് നമ്മുടെ മനസ്സിനെ പാകപ്പെടുത്തി എടുക്കാൻ കുറച്ച് പ്രയാസമായിരിക്കും, നമുക്കത് വിശ്വസിക്കാൻ പ്രയാസമായിരിക്കും. അപ്പൊ നമ്മളത് മനസ്സിലാക്കേണ്ടത് വെച്ചാൽ അദ്ദേഹത്തിന്റെ സ്വപ്നം അതായിരുന്നു. അതായത് അതേപോലത്തെ ഒരു റിഫൈനറി, പെട്രോൾ ഉണ്ടാക്കുന്ന റിഫൈനറി ഉണ്ടാക്കണം. പെട്രോൾ ഉണ്ടാക്കുന്ന റിഫൈനറി വേണമെങ്കിൽ അതിന്റെ പിന്നിൽ കുറെ ഘടകങ്ങളുണ്ട്. 5-8 സ്റ്റേജ് കഴിഞ്ഞിട്ടാണ് ലാസ്റ്റ് ആണ് ആ ഒരു പെട്രോൾ റിഫൈനറി സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും. അദ്ദേഹം ഫസ്റ്റ് സ്റ്റെപ്പായിട്ടുള്ള ഓരോ കാര്യങ്ങൾ ചെയ്തിട്ടാണ് അവസാനം ഇതിലേക്ക് എത്തിപ്പെട്ടത്. അതായത് പെട്രോൾ റിഫൈനറി സ്റ്റാർട്ട് ചെയ്യുന്നത്. അതേപോലെ നമുക്ക് ഇതിൽ ഒരു സ്വപ്നങ്ങൾ വേണം. അതായത് സ്വപ്നങ്ങൾ നമുക്ക് മനസ്സിൽ തോന്നുന്ന സ്വപ്നങ്ങളൊക്കെ, നമുക്ക് ആവശ്യമുള്ള സ്വപ്നങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്യുക, നമ്മളൊരു ഡയറിയിലേക്ക് മാറ്റി എഴുതുക. അതിൽ നിന്നിട്ട് നമുക്ക് നമ്മുടെ മനസ്സിനെ പറഞ്ഞ് പഠിപ്പിച്ച് ഇത് നമുക്ക് നേടാൻ പറ്റും എന്ന് പറയുന്ന ആ ഒരു സ്വപ്നങ്ങൾ മാത്രം മാറ്റി എഴുതുക. ആ മാറ്റി എഴുതുന്ന സ്വപ്നങ്ങൾക്ക് നമ്മൾ കളർഫുൾ കൊടുക്കണം. നമ്മൾ ഒരു കാറാണ് സ്വപ്നം കാണുന്നത് എന്ന് കരുതുക. ഉദാഹരണത്തിന് ഒരു കാറാണ് നമ്മൾ സ്വപ്നം കാണുന്നത്. ആ കാറിന്റെ കളർ, ആ കാറിന്റെ ഇന്റീരിയർ അടക്കം നമുക്ക് കാണാൻ പറ്റണം. ഇപ്പൊ ഞാൻ ഏതെങ്കിലും ഒരു വ്യക്തിക്കിനോട് രഞ്ജിത്ത് സാറുണ്ട് ഇതിൽ, രഞ്ജിത്ത് സാറ്, ആ സാറിനോട് ഞാൻ ചോദിക്കുകയാണ് സാറിന്റെ സ്വപ്നം എന്താണെന്ന് ചോദിക്കുകയാണെങ്കിൽ സാറിന് കറക്റ്റ് ആയിട്ട് പറയാൻ പറ്റണം. എന്റെ സ്വപ്നം ഇന്നേതാണ്, ഞാൻ ഇന്നേ കാറ് വാങ്ങിക്കാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്, ആ കാറിന്റെ കളർ ഇന്നേതാണ്, ആ കാറിന്റെ ഉള്ളിൽ ഇന്റീരിയറിന്റെ കളർ ഇന്നേതാണ്. അത് കംപ്ലീറ്റ് ആയിട്ട് നമ്മുടെ മനസ്സിന്റെ ഉള്ളിൽ വരണം. ഇല്ലാതെ ഞാനൊരു കാറ് വാങ്ങിക്കണം എന്ന് പറഞ്ഞാൽ അദ്ദേഹം കാറൊന്നും വാങ്ങിക്കാൻ പോകുന്നില്ല. എന്നുവെച്ചാൽ അദ്ദേഹത്തിന് ക്ലിയർ കട്ട് ആയിട്ടുള്ള ഒരു ഡ്രീം ആണെങ്കിൽ അദ്ദേഹത്തിന്റെ മനസ്സിൽ ഈ ഒരു അതിന്റെ ഒരു ഇൻഡിക്കേറ്റർ ലൈറ്റിന്റെ പോലും കാര്യത്തിൽ അദ്ദേഹത്തിന് ഇതുണ്ടായിരിക്കണം. എങ്കിൽ മാത്രമേ നമുക്ക് ആ ഒരു നമ്മള് മനസ്സിൽ ഉദ്ദേശിച്ച ആ ഒരു ഡ്രീം, അതായത് ഗോൾ നമുക്ക് അച്ചീവ്. അതായത് 2 തരം ഗോളുകൾ, അതായത് ഷോർട്ട് ടൈം ഗോളും ലോങ് ടൈം ഗോളും. നമ്മൾ ഈ ഒരു ബിസിനസ്സിൽ നമ്മൾ ഇപ്പം ഇതിൽ നിന്ന് കാണാം, നമുക്ക് ചെറിയ ചെറിയ പൈസ മുതൽ, അതായത് 3500 രൂപ മുതലായി സ്റ്റാർട്ടിങ്. വെച്ചാൽ ഇതിന്റെ ഇൻകം പ്ലാൻ ഞാൻ ശരിക്കും പഠിച്ചിട്ട് നമുക്ക് റിട്ടേൺസ് കിട്ടുന്നത് എങ്ങനെയാണെന്നുള്ളത് ഞാൻ പഠിച്ചിട്ടില്ല. അതുകൊണ്ടാണ് പറയുന്നത് 3500 രൂപ മുതൽ അങ്ങോട്ട് കിട്ടുന്ന ആൾക്കാർ മുതൽ ഇതിൽ നിന്ന് സ്വപ്നം കാണണം. 3500 രൂപ കിട്ടും നമുക്കൊരു നല്ലൊരു പേരും ഷർട്ടും ആയിരിക്കാം. ആ ഒരു പേരും ഷർട്ടും വാങ്ങിച്ചിട്ട് നമ്മൾ ഒരു ഗോൾ അച്ചീവ് ചെയ്യണം, എന്നിട്ട് പുതിയൊരു ഗോൾ ചെയ്യാം. എങ്ങനെയാണ് നമുക്ക് ഷോർട്ട് ടൈമിൽ നമ്മൾ എന്ത് ചെയ്യണം, കുറച്ച് ഗോളുകൾ നമ്മൾ സെറ്റ് ചെയ്യണം. അതായത് അച്ചീവ് ഒരു ഏറ്റവും വലിയ സംഭവം, നമ്മൾ എന്തെങ്കിലും കാര്യം നമുക്ക് മനസ്സിന് സന്തോഷം തരുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ നമ്മൾ ഏതെങ്കിലും ഒരു കാര്യം നമ്മൾ മനസ്സിൽ ഉറപ്പിച്ച് അത് വാങ്ങിക്കുമ്പോഴുള്ള സന്തോഷം ഭയങ്കര വലുതായിരിക്കും. അത് ചെറുതായിക്കോട്ടെ വലുതായിക്കോട്ടെ, അത് നമ്മൾ എന്ത് ചെയ്യുക, ചെറിയൊരു കാര്യം വാങ്ങിക്കുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യുക, അത് ആസ്വദിക്കുകയും ചെയ്യണം. നമ്മൾ വാങ്ങിച്ചു കഴിഞ്ഞാൽ ഞാൻ ഇന്നൊരു സംഭവം വാങ്ങിച്ചു, ഇനിയിപ്പം ഇത് നമ്മൾ അച്ചീവ് ചെയ്ത് കഴിഞ്ഞാൽ പുതിയതിലേക്ക് മാറുക നമ്മൾ. അതായത് അതിനെക്കാട്ടും കുറച്ചും കൂടി വലുതിലേക്ക് മാറി അങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ഷോർട്ട് ടൈം ഗോളിനെ സെറ്റ് ചെയ്യേണ്ടത്. പിന്നെ ലോങ് ടൈം ഗോൾ ഉണ്ട് നമുക്ക്. അതായത് നമ്മൾക്ക് ഒരു വർഷം കഴിഞ്ഞ് ഞാൻ ഇന്നേ ഒരു സംഭവം വാങ്ങിക്കും, അല്ലെങ്കിൽ 1 വർഷം കഴിഞ്ഞ് ഞാൻ ഇന്നേ ഒരു സംഗതി ചെയ്യും എന്നുള്ള ആ ഒരു
ഗോളും നമ്മൾ വെച്ചിരിക്കണം. കാരണം നമുക്ക് ഇതിൽ ഗോൾ ഇല്ലെങ്കിൽ നമുക്ക് ഈ ഒരു ബിസിനസ്സിൽ മുന്നോട്ട് പോകാൻ പറ്റില്ല. കാരണം നമുക്ക് നമ്മളെ നയിച്ചു കൊണ്ടിരിക്കേണ്ടത് ഈ ഒരു ഗോളായിരിക്കണം. ഈ ബയോട്ടോറിയം എന്നുള്ള ഈ ഒരു കമ്പനിയും ഇതിന്റെ സർവീസും നമ്മുടെ ഗോളിനേക്ക് വേണ്ടി, നമ്മുടെ ലക്ഷ്യം, നമ്മളുടെ ഡ്രീമിനെ സാക്ഷാത്കരിക്കാൻ വേണ്ടി ഉപയോഗിക്കുക. എന്നുവെച്ചാൽ അത് അധികം ആൾക്കാരും ചെയ്യുന്നത്, നമ്മൾ ഈ ബയോട്ടോറിയം ബിസിനസ് ചെയ്യുന്നു എന്നിട്ട് ഇങ്ങനെ ഓടിക്കൊണ്ടേ ഇരിക്കുകയാണ്. എന്നുവെച്ചാൽ അത് കുറെ കഴിഞ്ഞ ആൾക്കാർ നിർത്തിപ്പോന്ന് കാണാം. അതിനും ഒരു കാരണം, നിർത്തിപ്പോന്നുള്ള കാരണം വെച്ചാൽ അവർക്ക് പ്രത്യേകിച്ച് ഗോളില്ല. എന്നുവെച്ചാൽ വെള്ളത്തിൽ ഒഴുകി നടക്കുന്ന പൊങ്ങ് തടി പോലെ ആ ഒഴുക്കിനെ എങ്ങോട്ടാവുന്ന അതുപോലെ അവർ പോവുകയാണ്. നമുക്ക് നമ്മുടേതായ ഒരു ഗോള് വെക്കണം. നമ്മളെ ഗോളിലേക്ക് എത്താനുള്ള ഒരു വഴി മാത്രമായിട്ട് ഇതിനെ കാണണം, ഈ ഒരു ബിസിനസിനെ. ആ ഒരു ബിസിനസ് നമുക്ക് എന്ത് ചെയ്യണം? അതാണ് ഞാൻ പറഞ്ഞത്, ഷോർട്ട് ടൈം ഗോളും വെക്കണം, ലോങ് ടൈം ഗോളും വെക്കണം. അതായത് നമ്മൾക്ക് നമ്മളെ ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും നേടിയെടുക്കാനുള്ള ഒരു വഴി ഡോക്ടർ സാഗർ ജോഷിയിലൂടെ നമുക്ക് നേടിയെടുക്കാനുള്ള ഒരു വഴിയാണ് അദ്ദേഹം കാണിച്ചു തന്നത്. അപ്പൊ അത് നമ്മൾ ആ രീതിയിൽ എടുക്കണം. കാരണം നമ്മൾ ഇതിനെ കൂടുതലായിട്ട് നമ്മൾ എന്ത് ചെയ്യാ, ഇതിനെ നമ്മള് വെറും നെറ്റ്വർക്ക് എന്നുള്ള ആൾക്കാരെ കാണുക, ചേർക്കുക, പിടിക്കുക എന്നുള്ള രീതിയിൽ കാണാതെ ഇതിനെ നമ്മുടെ ഒരു സ്വപ്നത്തിലേക്ക് എത്തിപ്പെടാനുള്ള ഒരു ഗോളായിട്ട് ഇതിന്റെ വഴിയെ കണ്ടെത്തി കഴിഞ്ഞാൽ ഈ ഒരു ബിസിനസ് വളരെ സിമ്പിൾ ആണ്. നമ്മളെ ഈ ഒരു ബിസിനസ് ചെയ്യാൻ പ്രേരിപ്പിക്കേണ്ടതും നമ്മളെ ഗോളാണ്. അപ്പൊ നമ്മൾ കറക്റ്റ് ആയിട്ടുള്ള നമ്മളെ ഗോൾ സെറ്റ് ചെയ്യാം. പക്ഷെ നമുക്ക് ഗോളില്ലെങ്കിൽ നമുക്ക് ഇത് നീങ്ങാൻ പറ്റില്ല. പിന്നെ നമുക്ക് ഈ ഒരു ബിസിനസ്സിൽ നമുക്ക് ഒരു മെന്റർ അത്യാവശ്യമാണ്. നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് ബിസിനസ്സിൽ മെന്റർ എന്ന ഒരു ഗുരുവിനെ നമുക്ക് ചിലപ്പോൾ നമ്മളെക്കാട്ടും താഴേക്കിടയിലുള്ള ആളായിരിക്കാം, നമ്മളെക്കാട്ടും പ്രായത്തിൽ കുറവായിരിക്കാം അദ്ദേഹം, ചിലപ്പോൾ നമ്മളെക്കാട്ടും പ്രായത്തിൽ മുകളിലേക്ക്. എങ്കിലും നമ്മളൊരു മെന്ററെ കണ്ടെത്തിയിരിക്കണം. ആ മെന്ററിൽ നിന്ന് ഏതൊരു ദിവസം നമ്മൾ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്ന ആ മെന്ററുമായിട്ട് ഒരു ജസ്റ്റ് ഒരു 5-10 മിനിറ്റ് നമ്മൾ സംസാരിച്ചതിന് ശേഷം മാത്രമേ നമ്മൾ ഈ ഒരു ബിസിനസ്സിലേക്ക്, ഈ നെറ്റ്വർക്ക് ബിസിനസ് ഇറങ്ങാൻ പാടുള്ളൂ. പക്ഷെ നമുക്ക് മുതലുകളിൽ ചെയ്ത എന്തെങ്കിലും പോരായ്മകൾ ഉണ്ടെങ്കിൽ അദ്ദേഹം അത് ക്ലിയർ ചെയ്തിട്ടുണ്ടാകും. ആ ഒരു പോരായ്മ ക്ലിയർ ചെയ്ത് നമ്മൾ മാർക്കറ്റിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് അതിൽ കറക്റ്റ് ആയിട്ടുള്ള റിസൾട്ട് കിട്ടും. പിന്നെ എനിക്ക് ഏറ്റവും കൂടുതൽ കുറച്ച് കാര്യം, ഏകദേശം ഒരു 3/4 മണിക്കൂറിന്റെ അടുത്തായി ഞാനിപ്പോ സംസാരിക്കുന്നു. ഒരാളും കൂടി സംസാരിക്കാനുണ്ട്. എന്നുവെച്ചാൽ ഞാൻ ഇതിൽ വരുന്ന സമയത്ത്, ഇത് അറ്റൻഡ് ചെയ്യുന്ന സമയത്ത് ഒരു 5-10 മിനിറ്റ് സംസാരിച്ച് നിർത്താൻ ഉദ്ദേശിച്ചതാണ്. പക്ഷെ കൂടുതൽ കാര്യം ഇനിയും എനിക്ക് പറയാനുണ്ടായിരുന്നു. കാരണം വെച്ചാൽ ഒരു കുറെ സംഭവങ്ങൾ ഞാൻ എന്റെ മുമ്പിൽ എടുത്തു വെച്ചിട്ടുണ്ട്. ഇത് ക്വസ്റ്റ് ഫോർ ഹെൽത്ത് എന്നുള്ള ഒരു സംഭവമാണ്, ഒരു ബുക്കാണ്, ഒരു ഫ്ലിപ്പ് ചാർട്ടാണ്. ഇങ്ങനെ ഇത്, അതായത് നിങ്ങൾക്ക് എനിക്ക് ഡീറ്റെയിൽസ് ആയിട്ട് എനിക്ക് ഇതിൽ കൂടെ കാണിച്ചു തരാൻ പറ്റില്ല. എങ്കിലും നമുക്ക് ഇതിലുള്ള കുറച്ച് ലീഡേഴ്സുമായിട്ട് ചർച്ച ചെയ്തിട്ട് അതിനുള്ളൊരു അവസരം ഇതിലുള്ള, അതായത് സഗ്ന മേഡവും ബിജു സാറൊക്കെ ഇതിലുണ്ടെങ്കിൽ അവരൊക്കെ ഇതിൽ നിന്ന് നമുക്ക് ചർച്ച ചെയ്തിട്ട് നമുക്ക് ബിസിനസിനെ കുറച്ചും കൂടിയും എളുപ്പത്തിലാക്കാൻ നമ്മുടെ ഇതിൽ വന്ന് അസോസിയേറ്റ് ചെയ്ത ആൾക്കാരെ പാകപ്പെടുത്താൻ വേണ്ടിയിട്ടുള്ള കുറച്ച് സംഭവങ്ങൾ എന്റെ കയ്യിലുണ്ട്. അതൊക്കെ നമുക്ക് ഒരു ടേബിളിന്റെ അപ്പുറത്തും ഇപ്പുറത്തും ഇരുന്ന് ചർച്ച ചെയ്തിട്ട്, കാരണം ഇതൊക്കെ ഹെൽത്തുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഇതിലൊക്കെ ഉള്ളത്. അത് നമുക്ക് നമ്മുടെ ഈ ബയോട്ടോറിയം ബിസിനസ്, അതായത് നമ്മുടെ മാഗ്നറ്റിക് തെറാപ്പിയായിട്ട് ബന്ധപ്പെടുത്തി ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് ഒന്ന് നമുക്ക് ചർച്ച ചെയ്തിട്ട് തീരുമാനിക്കേണ്ടത്. കാരണം വെച്ചാൽ ഈ ഒരു സംഭവം വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. അതേപോലെ കുറെ ബുക്സുകളുണ്ട്, നോട്ട്സുകളുണ്ട്. ഇതൊക്കെ കുറെ നോട്ട്സുകളാണ്. എന്നുവെച്ചാൽ ഇതൊക്കെ എനിക്ക് ഇതിൽ നിന്നും ഒരു വളരെ ചുരുങ്ങിയൊരു കാര്യമേ എനിക്ക് സംസാരിക്കാൻ പറ്റിയിട്ടു. എന്നുവെച്ചാൽ ഞാൻ ഏകദേശം ഒരു 5-8 വർഷം വെൽനസ് ഇൻഡസ്ട്രിയിൽ പഠിച്ച ഒരാളായിരുന്നു. അതായത് ആ ഒരു ശരീരത്തിനെ കുറിച്ച് കംപ്ലീറ്റ് പഠിച്ച് ഹെൽത്തും ഇത് ഞാൻ പഠിച്ച ഒരാളാണ്. എന്നുവെച്ചാൽ അതായത് ന്യൂട്രലൈറ്റ് എന്നൊരു ഇതിലാണ്, ഒരു സെക്ഷനിലാണ് നമ്മൾ എന്ത് ചെയ്തത് അന്ന് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതായത് വെൽനസ് ഇൻഡസ്ട്രിയിലെ ന്യൂട്രലൈറ്റിലാണ്. കാരണം നമുക്ക് ശരീരത്തിന് വേണ്ട പോഷകങ്ങൾ സപ്ലിമെന്റ് ചെയ്യുന്ന ഒരു കമ്പനിയിലായിരുന്നു നമ്മൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. എനിവേ അൺഫോർച്ചുനേറ്റ്ലി അതിലെനിക്ക് കൂടുതൽ, അതായത് 10 വർഷം നമ്മൾ അതിൽ പഠിച്ചു. അതിന്റെ കൂടെ നമുക്ക് ഇന്നും ചില പ്രോഡക്ട്സ് ഒക്കെ ഞാൻ അതിൽ ഉപയോഗിക്കുന്നുണ്ട്. അത് നമ്മൾ നെറ്റ്വർക്ക് മാത്രം കണ്ടതുകൊണ്ടാണ് അത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നിർഭാഗ്യവശാൽ അത് സ്റ്റോപ്പ് ചെയ്യേണ്ടി വന്നത്. അതാണ് ഞാനിപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നെറ്റ്വർക്ക് എന്നല്ലാതെ നമ്മളൊരു പ്രൊഡക്ട്സ് ബേസ്ഡ് ആയിട്ട് നമ്മൾ ഈ ഒരു കാര്യങ്ങൾ കൊണ്ടുപോകണം. അപ്പോ ഈ ഒരു കാര്യങ്ങളൊക്കെ കൂട്ടി ഇണപ്പിച്ചിട്ട് നമുക്ക് ഈ ബയോട്ടോറിയത്തിലുള്ള ഈ ഒരു ബിസിനസ്സിൽ നമുക്ക് ഈ ഒരു സംഭവമൊക്കെ എങ്ങനെ ചെയ്യാം, നമ്മുടെ ബിസിനസ് എങ്ങനെ സിമ്പിൾ ആക്കി ചെയ്യാന്നുള്ളത് ഒന്ന് എല്ലാ ലീഡേഴ്സ് ഒന്ന് കൂടിയിട്ട്
നമുക്ക് സംസാരിച്ച് ക്ലിയർ ചെയ്യാനുണ്ട്. കാരണം വെച്ചാൽ ഇങ്ങനെ ഒരുപാട് ബുക്സുകൾ എന്റെ കയ്യിലുണ്ട്. നമുക്ക് ഈ ബിസിനസ്സിന് സിമ്പിൾ ആയിട്ട് ചെയ്യാൻ പറ്റുന്ന അതൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇതൊന്ന് ഒന്ന് ഇരുന്നിട്ട് ഒന്ന് സംസാരിച്ച് ക്ലിയർ ആക്കിയിട്ട് ക്രോഡീകരിച്ച് കൊണ്ടുവന്നു കഴിഞ്ഞാൽ അത് ഇതിൽ കൂടുതലുള്ള ആൾക്കാരിലേക്ക് ഈ ഒരു ബിസിനസ് എങ്ങനെ നമുക്ക് സിമ്പിൾ ആയിട്ട് ചെയ്യാന്നുള്ളത് നമുക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റും. ഓക്കെ, അപ്പൊ ഇത്രയാണ് എനിക്ക് പറയാനുള്ളത്. ഇനി കൂടുതൽ പറയാനുണ്ട്. ഞാൻ നോട്ട്സ് എഴുതി വെച്ചിട്ടില്ല. അതായത് നോട്ട്സ് കുറച്ചേ എഴുതി വെച്ചിട്ടുണ്ട്. ചെറിയൊരു പേപ്പറിലാണ് ഞാൻ എഴുതി വെച്ചത്. നമുക്ക് ഈ ഒരു ബിസിനസ്സിൽ നമുക്ക് എന്തെങ്കിലും സംസാരിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ ചെറിയൊരു പേപ്പർ കട്ടിങ്സ് നമുക്ക് എഴുതിയ ഓരോ പോയിന്റ്സ് മാത്രം എഴുതി വെച്ചാൽ മതി. നമുക്ക് സംസാരിക്കേണ്ടതായ ഒരു ഇത്, അതായത് നമുക്ക് ഇതിൽ ഒരു കാര്യം കൂടി, രണ്ട് കാര്യങ്ങൾ കൂടി പറഞ്ഞ് ഞാനിത് നിർത്താം. അതായത് ഏറ്റവും ചുരുങ്ങിയത് നമ്മൾ എന്ത് ചെയ്യണം, ഒരു ദിവസം 2 ലിറ്റർ മുതൽ 3 ലിറ്റർ വരെ വെള്ളം കുടിക്കണം. ഞാൻ നേരത്തെ പറഞ്ഞു. ആ ഒരു വെള്ളം കുടിക്കുന്നത് കൊണ്ട് നമുക്ക് എന്തെല്ലാം ഗുണങ്ങൾ ഉണ്ടാകുന്ന ഒരു ചെറിയൊരു ആരോഗ്യമുള്ള ചർമ്മത്തിന് നമുക്ക് വെള്ളം അത്യാവശ്യമാണ്. പിന്നെ ഉമിനീരിന്റെ ഉൽപാദനത്തിന് നമ്മളിപ്പോ സംസാരിച്ചുകൊണ്ടേയിരിക്കുന്ന സമയത്ത് നമുക്ക് തൊണ്ടയിടറാറുണ്ട്. കാരണം അത് നമ്മളെ വായിലെ വെള്ളം ഇങ്ങനെ പറ്റി പോകുന്നതാണ്, എനർജി ആയിട്ട് പുറന്തള്ളുന്നത്. നമ്മൾ സംസാരിക്കുമ്പോഴാണ് ഏറ്റവും കൂടുതൽ എനർജി പോകുന്നത്. അത് നമ്മളെ ഒരു ചെറിയൊരു കാര്യമാണ്, ഒരു അറിവാണ് എന്റെ. നമ്മൾ സംസാരിക്കുന്ന സമയത്ത് നമുക്ക് കൂടുതൽ എനർജി പുറത്തു കാണും. ഓക്കെ, അപ്പൊ ഉമിനീരിന്റെ ശരിയായ ഉൽപാദനത്തിന് നമുക്ക് വെള്ളം ആവശ്യമാണ്. പിന്നെ ശരീര ഭാരം കുറക്കാൻ വെള്ളം ആവശ്യമാണ്. രക്തത്തിലെ ഓക്സിജന്റെ അളവ് കൂട്ടാൻ നമുക്ക് വെള്ളം അത്യാവശ്യമാണ്. മുറിവുകൾ വേഗം നമ്മൾ കൈകാര്യം എന്തെങ്കിലും രീതിയിൽ മുറിവുകൾ ഉണ്ടായി കഴിഞ്ഞാൽ, ഇഞ്ചുറീസ് ഉണ്ടായി കഴിഞ്ഞാൽ അത് ഉണങ്ങാൻ വെള്ളം അത്യാവശ്യമാണ്. ചർമ്മത്തിന്റെ ചുളിവ് നീക്കാൻ, അതായത് റിങ്കിൾസ് നീക്കാൻ നമുക്ക് എന്ത് വേണം, വെള്ളം ആവശ്യമാണ്. മുഖക്കുരു ഇല്ലാതാക്കാൻ വെള്ളം ആവശ്യമാണ്. ചർമ്മം ദൃഢമാക്കാൻ, അതായത് ഒരു ഉറപ്പുള്ള ചർമ്മമാക്കി മാറ്റാൻ നമുക്ക് വെള്ളം ആവശ്യമാണ്. അസിഡിറ്റി പ്രശ്നങ്ങൾ ഇല്ലാതാക്കാനും നമുക്ക് വെള്ളം ആവശ്യമാണ്. ഓക്കെ, ഇത്രയും കാര്യമാണ് എനിക്ക് പറയാനുള്ളത്. അവസാനമായി ഒന്നും കൂടി പറയാണ്, എല്ലാവരോടും നമ്മൾ ഡ്രീം ഇറ്റ്, ബിലീവ് ഇറ്റ് ആൻഡ് ഡു ഇറ്റ്. ഡ്രീം ഇറ്റ്, ബിലീവ് ഇറ്റ് ആൻഡ് ഡു ഇറ്റ്. ഡ്രീം ഇറ്റ്, ബിലീവ് ഇറ്റ് ആൻഡ് ഡു ഇറ്റ്. ഓക്കെ, എല്ലാവർക്കും എന്റെ നമസ്കാരം.